വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടോപ്പിക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ്? ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നത് ഡ്യൂറിങ് ദ ഡയഗ്നോസിസ്, ടെസ്റ്റിംഗ്, ട്രീറ്റ്മെൻറ്റ്, റിസർച്ച് ഓർ പ്രൊഡക്ഷൻ ഓഫ് ബയോ മെറ്റീരിയൽ. ഈ ബയോ മെറ്റീരിയലിൻ്റെ പ്രൊഡക്ഷൻ്റെ ടൈമിലോ റിസർച്ച്, അതുപോലെ ട്രീറ്റ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡയഗ്നോസിസ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റുകളാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ വേസ്റ്റ് കൺസിസ്റ്റ് ഓഫ്, ഈ മാനേജ്മെൻറ്റ് ഓഫ് ബയോളജിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അതിൽ വരുന്നതാണ് കളക്ഷൻ, സെഗ്രിഗേഷൻ ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ടൈപ്പ് ഓഫ് വേസ്റ്റ്. The waste are color-coded according to their nature of waste and their method of disposal and segregated at a source itself. അതായത് ഈ വേസ്റ്റിന് നമുക്ക് അവയുടെ നാച്ചർ അനുസരിച്ചിട്ടും അതുപോലെ അവയുടെ ഒരു മെത്തേഡ് ഓഫ് ഡിസ്പോസൽ അതിനനുസരിച്ചിട്ടും ഈ വേസ്റ്റുകളെ നമുക്ക് കളർ കോഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇറ്റ് ഈസ് മാൻഡേറ്ററി for each laboratory to adopt proper waste management systems of their own or to be associated with some agencies which do the work in a corporate manner. അതായത് ഈ ഒരു ഓരോ ലബോറട്ടറി, അതായത് ഈച്ച് ലബോറട്ടറി ആണെങ്കിലും അവർ ഒരു പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ആ ഒരു സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്, നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അത് ഒരു കോർപ്പറേറ്റ് മാനറിൽ വർക്ക് ചെയ്യുന്ന ഈ ചില ഏജൻസി ആയിട്ട് അവർ അസോസിയേറ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. സോ വേസ്റ്റ് സെഗ്രിഗേഷനാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഓരോ വേസ്റ്റുകൾക്കും ഓരോ കളർ കോഡുകളുണ്ട്. നോൺ ഇൻഫെക്റ്റഡ് വേസ്റ്റ്, അതായത് സൈറ്റോടോക്സിക് ഡ്രഗ്, കെമിക്കൽ വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് അത് ഇടുന്നത്. ദെൻ സോളിഡ് വേസ്റ്റ്, ഇപ്പോൾ ഇൻഫെക്റ്റഡ് വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ അതിൽ വരുന്നതാണ് സോളിഡ് വേസ്റ്റ്, അനാറ്റമിക്കൽ വേസ്റ്റ്, അതുപോലെ ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്സ്, ഷാർപ്സ് എക്സെട്ര. അപ്പോൾ സോളിഡ് വേസ്റ്റിൽ പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻഫെക്റ്റഡ് ഡ്രസ്സിങ്, പോപ്പ് കാസ്റ്റ്, ഇതൊക്കെയാണ് വരുന്നത്. അതെല്ലാം റെഡ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഇടുന്നത്. ദെൻ അനാറ്റമിക്കൽ വേസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്ലാസെൻറ്റിയ, പിന്നെ പാത്തോളജി വേസ്റ്റ്, ബോഡി പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് യെല്ലോ കളേർഡ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് ഇടേണ്ടത്. ദെൻ ഇൻഫെക്റ്റഡ് പ്ലാസ്റ്റിക്കുകൾ, സിറിഞ്ച്, ഗ്ലൗസ്, അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലൂ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് ഇടുന്നത്. ദെൻ ഷാർപ്സ്, അതായത് നീഡിൽസ്, പിന്നെ കട്ട് ഗ്ലാസ്സസ്, അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ വൈറ്റ് കളറെല്ലാം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാണ് അത് ഇടുന്നത്. ഇപ്പോൾ ഈ ബ്ലാക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ ഉള്ളത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴിയാണ് അതിൻ്റെ ഡിസ്പോസലൊക്കെ നടത്തുന്നത്. ദെൻ റെഡ് കളറിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലുള്ള വേസ്റ്റൊക്കെ ആണെങ്കിൽ അത് ഓട്ടോക്ലേവ് ആണ് ചെയ്യുന്നത്. ഡീപ്പ് ബെറിയൽ. ദെൻ യെല്ലോ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലുള്ള വേസ്റ്റ് ആണെങ്കിൽ അത് ഡീപ്പ് ബെറിയലാണ്. അതുപോലെ ബ്ലൂ കളറായിട്ടുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറിലുള്ള വേസ്റ്റുകളാണെങ്കിൽ അത് റീസൈക്കിളറിലാണ് ചെയ്യുന്നത്. അസുഖമായി കിടക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അസുഖമുണ്ട് എന്ന് സസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി ബാധിച്ച് കിടക്കുന്ന ആൾക്കാർക്കോ നമ്മൾ അവർക്ക് നൽകുന്ന ഒരു റീഹാബിലിറ്റേറ്റീവ് സർവീസുകൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് സർവീസുകൾക്കോ, അല്ലെങ്കിൽ ഒബ്സർവേഷണൽ, ഡയഗ്നോസ്റ്റിക് പോലുള്ള ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം സർവീസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിസർച്ചുകൾ ചെയ്യുന്നത്, പ്രൊഡക്ഷനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബയോളജിക്കൽ ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴോ അതിനൊക്കെ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും പ്രൊഡക്റ്റുകളോ, അല്ലെങ്കിൽ അതായത് ഇനി സോളിഡ്, ഫ്ലൂയിഡ്, അല്ലെങ്കിൽ ലിക്വിഡ് വേസ്റ്റ് മെറ്റീരിയലോ അതിൻ്റെ കണ്ടെയ്നേഴ്സോ എല്ലാം നമ്മൾ ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് ആയിട്ടാണ് നമ്മളതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഫ്രം total quantity of waste generated by health care activities, almost 80 to 90% is general waste comparable to domestic waste. This comes from the administrative and housekeeping functions of hospital and laboratories. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജനറൽ വേസ്റ്റുകളൊക്കെ വരുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ഫങ്ഷൻസ്, ഈ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ലബോറട്ടറി അവിടെ നടക്കുന്ന ഹൗസ് കീപ്പിംഗ് ഫങ്ഷൻസോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് വഴിയോ ഒക്കെയാണ് ഉണ്ടാകുന്നത്. The balance 10 to 20% of waste is considered hazardous and
ഓർ ഇൻഫെക്റ്റീഷ്യസ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോയിൻ്റ് ഒരു 80-90% എന്ന് പറയുന്ന വേസ്റ്റുകളും ജനറൽ വേസ്റ്റുകളായിരിക്കും. അതായത് നമ്മുടെ ഈ ഡൊമസ്റ്റിക് വേസ്റ്റ് പോലെ അതുമായിട്ട് താരതമ്യപ്പെടുത്താവുന്ന വേസ്റ്റുകളായിരിക്കും. അതിൽ ബാലൻസ് ആയിട്ട് വരുന്ന 10-20% ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹസാർഡസ് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഇൻഫെക്റ്റീഷ്യസ് ആയിരിക്കും. ഇനി ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വരുന്ന സ്റ്റെപ്പുകളാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഗ്രിഗേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് കളക്ഷൻ ആൻഡ് സ്റ്റോറേജ് ആണ്. ഈ വേസ്റ്റുകളുടെ കളക്ഷനും അതുപോലെ സ്റ്റോറേജുമാണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ. ലൊക്കേഷൻ ഓഫ് കണ്ടെയ്നേഴ്സ്. All containers having different colored plastic bags should be located at the point of generation of waste, that is near diagnostic service areas. അപ്പോൾ ലൊക്കേഷൻ ഓഫ് കണ്ടെയ്നേഴ്സിൽ പറയുന്നത് ഓരോ കണ്ടെയ്നേഴ്സിനും ഓരോ ഡിഫറെൻറ്റ് കളേർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബാഗുകളാണ് ഉണ്ടായിരിക്കുക. മാത്രമല്ല അത് വെക്കുന്നത് ഈ ഒരു വേസ്റ്റ് എവിടെയാണോ ജനറേറ്റ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അതായത് നിയർ ഡയഗ്നോസ്റ്റിക് സർവീസ് ഏരിയാസ്. ഈ ഡയഗ്നോസ്റ്റിക് സർവീസ് ഒക്കെ നടക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബാഗാണ്, ബാഗ്സ്. It should be ensured that waste bags are filled up to only 3/4 capacity, tied securely and removed from the site of the generation regularly and timely. ബാഗിൽ പറയുന്നത് ഈ വേസ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഓൺലി അതൊരു 3/4 കപ്പാസിറ്റി, അതായത് 4/3 ഭാഗമൊക്കെ അത് ഫിൽഡ് ആവാൻ പാടുള്ളൂ. അതിനുശേഷം അത് നല്ല സെക്യൂർഡായിട്ട് അത് ടൈ ചെയ്തിരിക്കണം. എന്നിട്ട് അത് ആ ഒരു ജനറേഷൻ ആ ഒരു സൈറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ട് എടുക്കണം. റെഗുലർലി അല്ലെങ്കിൽ ടൈംലി ആയിട്ട് കറക്റ്റായിട്ട് തന്നെ ആ ബാഗുകൾ റിമൂവ് ചെയ്തിരിക്കണം. സർട്ടൻ കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് വിച്ച് മേ നീഡ് പ്രീ ട്രീറ്റ്മെൻറ്റ്, അതായത് ഡീകണ്ടാമിനേഷൻ ഓർ ഡിസിൻഫെക്ഷൻ at the site of generation such as plastic and sharp material etc. should be removed from the site of generation only after the treatment. അതിൽ പറയുന്നത് ചില കാറ്റഗറീസ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് ചിലതിന് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതായത് പ്രീ ട്രീറ്റ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീകണ്ടാമിനേഷനോ അല്ലെങ്കിൽ ഡിസിൻഫെക്ഷനോ നമ്മളവിടെ നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. എവിടെ വെച്ചിട്ടായിരിക്കും? അറ്റ് ദ സൈറ്റ് ഓഫ് ജനറേഷൻ. ഈ ഒരു വേസ്റ്റ് എവിടെയാണോ ഉള്ളത് അവിടെ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് നൽകേണ്ടതായിട്ട് വരുന്നുണ്ട്. സച്ച് ആസ് പ്ലാസ്റ്റിക് ആൻഡ് ഷാർപ്പ് മെറ്റീരിയൽ, അങ്ങനത്തേനൊക്കെയാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യകത വരുന്നത്. അതിനുശേഷം ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു സൈറ്റ് ഓഫ് ജനറേഷനിൽ നിന്നും ഈ ഒരു ബാഗുകൾ റിമൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് ആണ്. നോ അൺട്രീറ്റഡ് BMW എന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ബയോളജിക്കൽ അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഷുഡ് ബി സ്റ്റോർഡ് ബിയോണ്ട് 48 hours. ഈ അൺട്രീറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് 48 മണിക്കൂറിൽ കൂടുതലായിട്ട് അത് സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല. If necessary to store beyond 48 hours, the authorized person must take permission of the പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അതായത് ഇപ്പോൾ ഇത് 48 മണിക്കൂറിൽ കൂടുതലായിട്ട് ഇത് സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെയുള്ള ഓതറൈസ്ഡ് പേഴ്സൺ ഒരു പെർമിഷൻ എടുത്തിരിക്കണം. ആ ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റിയിൽ നിന്നും ഒരു പെർമിഷൻ എടുത്തിരിക്കണം. ദ ഓതറൈസ്ഡ് പേഴ്സൺ ഷുഡ് ensure that waste does not adversely affect ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവറോൺമെൻറ്റ്. അപ്പോൾ ഈ ഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ഉറപ്പ് വരുത്തിയിരിക്കണം? ഈ ഒരു വേസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്തിനോ അല്ലെങ്കിൽ എൻവറോൺമെൻറ്റിനോ അഡ്വേഴ്സ്ലി ഒരു എഫക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് ഉള്ള ഒരു ഉറപ്പ് നൽകിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഇനി വിത്തിൻ ദ ഹോസ്പിറ്റലാണ് പറയുന്നത്. ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ വേസ്റ്റ് റൂട്ട്സ് ഷുഡ് ബി ഡെസിഗ്നേറ്റഡ് ആൻഡ് സെപ്പറേറ്റ് ടൈം ഷുഡ് ബി earmarked for BMW to reduce chance of its mixing with general waste. അപ്പോൾ എന്താ പറയുന്നത്, ഈ നമ്മളിപ്പോൾ ഈ ഹോസ്പിറ്റലിലുള്ള ഈ വേസ്റ്റുകളൊക്കെ എടുക്കുന്നതിനുള്ള വേസ്റ്റ് റൂട്ട് അതുപോലെ തന്നെ ഒരു സെപ്പറേറ്റ് ടൈമും നമ്മൾ ഈ ഒരു വേസ്റ്റ് കളക്ഷന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഈ ഒരു ജനറൽ വേസ്റ്റുമായിട്ടുള്ള ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റുകളുടെ മിക്സിങ്ങിൻ്റെ ചാൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. Dedicated wheeled trolleys are used and they should be cleaned and disinfected in case of any
സ്പില്ലേജ്. അതായത് നമ്മളിവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീൽഡ് ട്രോളീസാണ് യൂസ് ചെയ്യുന്നത്. മാത്രമല്ല അവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്പില്ലേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ട്രോളീസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. അതുപോലെ ഡിസിൻഫെക്റ്റഡും ചെയ്തിരിക്കണം. ട്രോളീസ് ഷുഡ് നോട്ട് ഹാവ് എനി ഷാർപ്പ് എഡ്ജ് ആൻഡ് ഷുഡ് ബി ഈസി ടു ക്ലീൻ. അതായത് ട്രോളീസ് എന്ന് പറയുന്നതിന് ഒരിക്കലും ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജുകൾ ഉണ്ടായിരിക്കാൻ പാടില്ല. മാത്രമല്ല അത് ഈസി ടു ക്ലീൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത് ആയിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റലാണ്. ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് ഷോൾ ബി ട്രാൻസ്പോർട്ടഡ് ഓൺലി ഇൻ വെഹിക്കിൾസ് ഓതറൈസ്ഡ് ബൈ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആസ് സ്പെസിഫൈഡ് ബൈ ഗവൺമെൻറ്. എന്താ പറയുന്നത്, ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ എപ്പോഴും വെഹിക്കിൾസിലൂടെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ വെഹിക്കിൾസ് ഓതറൈസ് ചെയ്യുന്നത് ബൈ ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ആസ് സ്പെസിഫൈഡ് ബൈ ഗവൺമെൻറ് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഓതറൈസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആയിരിക്കണം. ദെൻ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഇപ്പോൾ ജനറൽ വേസ്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ വേസ്റ്റ്, അതായത് 80 to 90% എന്ന് പറയുന്നത് ജനറേറ്റഡ് ഇൻ ദ ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ ജനറേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ജനറൽ വേസ്റ്റിലായിട്ടാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്. ദിസ് വേസ്റ്റ് ഈസ് നോൺ ടോക്സിക് ആയിരിക്കും. ഇത്തരം വേസ്റ്റുകൾ നോൺ ടോക്സിക് ആയിരിക്കും, നോൺ ഇൻഫെക്റ്റീഷ്യസ് ആയിരിക്കും. ആൻഡ് കംപ്രൈസസ് ഓഫ് പേപ്പർ, ലെഫ്റ്റ് ഓവർ ഫുഡ് ആർട്ടിക്കിൾസ്, peels of food, disposable and paper containers for tea, coffee, etc., cardboards, boxes, outer cover or wrappings. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ആ ഒരു വേസ്റ്റിൽ വരുന്നത്. ഇത്തരത്തിലുള്ള ജനറൽ വേസ്റ്റുകൾ നമ്മളൊരു ബ്ലാക്ക് കളേർഡ് പോളി എഥിലിൻ ബാഗുകളിലാണ് ഇടുന്നത്. ആൻഡ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ മുനിസിപ്പൽ ഡംപ്സ്. എന്നിട്ട് അത് നമ്മൾ മുനിസിപ്പൽ ഡംപ്സിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് സബ്സിക്വൻ്റ്ലി കളക്റ്റഡ് ബൈ ലോക്കൽ സിവിക് അതോറിറ്റീസ്. സേഫ് ഡിസ്പോസൽ ബൈ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ്. ഓൾവേസ് റിമെമ്പർ ടു ഡിസ്ഇൻഫെക്റ്റ് ആൻഡ് മ്യൂട്ടിലേറ്റ് ദ വേസ്റ്റ് ബിഫോർ ഇറ്റ്സ് ഫൈനൽ ഡിസ്പോസൽ. അതായത് എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റിനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം, അതുപോലെ മ്യൂട്ടിലേറ്റ് ചെയ്യണം ഈ ഒരു വേസ്റ്റിനെ. അതിന് നമ്മൾ ഫൈനലായിട്ട് അതിനെ ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം ചെയ്തിരിക്കണം. അതുകൂടാതെ റിമെമ്പർ ദ ഫോളോവിങ് വൈൽ ട്രീറ്റിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അനാറ്റോമിക്കൽ വേസ്റ്റ് ടു ബി ഡീപ്പ് ബറീഡ്. ഈ അനാറ്റമിക്കൽ വേസ്റ്റുകളാണെങ്കിൽ അത് നമ്മൾ ഡീപ്പ് ബറീഡ് ചെയ്തിരിക്കണം. ദെൻ സിറിഞ്ച് ഒക്കെ ആണെങ്കിൽ സിറിഞ്ചസ് ടു ബി കട്ട്. എന്ത് യൂസ് ചെയ്തിട്ടാണ്, ഈ ഒരു ഹബ്ബ് കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് സിറിഞ്ചിനെ നമ്മൾ കട്ട് ചെയ്തിരിക്കണം. ആൻഡ് കെമിക്കലി അതിനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം. എങ്ങനെയാണ് ഇത് കെമിക്കലി ഡിസിൻഫെക്റ്റ് ചെയ്യുന്നത്? 1% ഓഫ് ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ അറ്റ് എ സോഴ്സ് ഓഫ് ജനറേഷൻ ബിഫോർ ഫൈനൽ ഡിസ്പോസൽ ഇൻ ടു ഷാർപ്പ് പിറ്റ്സ്. Then infected plastic to be chemically disinfected or autoclaved, shredded and recycled and sent for final disposal into municipal dump എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻസിനറേഷൻ ആണ്. ഇൻസിനറേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കത്തിക്കുന്ന ആ ഒരു പരിപാടിയാണ്. ദ സ്പെസിഫിക് റിക്വയർമെൻറ്റ് റിഗാർഡിംഗ് നോംസ് ഓഫ് combustion efficiency and emission level have been defined in BMW rules 1998. Suitably designed pollution control devices should be installed. അതായത് പൊല്യൂഷൻ കൺട്രോൾഡ് ഡിവൈസുകളും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ദെൻ ഇൻസിനറേറ്റർ ഷുഡ് ബി സർട്ടിഫൈഡ് ഫ്രം പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഇൻസിനറേറ്റർ മാത്രമേ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇൻ കേസ് ഓഫ് സ്മോൾ ഹോസ്പിറ്റൽസ്, ജോയിൻറ്റ് ഫെസിലിറ്റീസ് ഫോർ ഇൻസിനറേഷൻ ക്യാൻ ബി ഡെവലപ്ഡ്. ക്ലോറിനേറ്റഡ് പ്ലാസ്റ്റിക് ബാഗ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻസിനറേഷൻ നടത്തുന്നില്ല. ദെൻ വേസ്റ്റ് ടു ബി ഇൻസിനറേറ്റഡ് ഷാൾ നോട്ട് ബി കെമിക്കലി ട്രീറ്റഡ് വിത്ത് എനി ക്ലോറിനേറ്റഡ് ഡിസിൻഫെക്റ്റൻസ്. അതായത് നമുക്ക് ഇൻസിനറേറ്റഡ് ചെയ്യേണ്ടതായിട്ടുള്ള വേസ്റ്റുകൾ ഒരിക്കലും കെമിക്കലി ട്രീറ്റഡ് ആയിരിക്കരുത്. അതായത് ക്ലോറിനേറ്റഡ് ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്തിട്ട് അതിനെ കെമിക്കലി ട്രീറ്റ് ചെയ്തത് ആയിരിക്കരുത്. ദ ഫങ്ഷനിങ് ഓഫ് ദ ഇൻസിനറേറ്റർ ആൻഡ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് ഓപ്പറേറ്റഡ്
പെർ ഡേ ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് ഇൻ എ ലോഗ് ബുക്ക്. ഈ ഇൻസിനറേറ്ററിൻ്റെ ഫങ്ഷനിങ്ങും അതുപോലെ തന്നെ എത്ര നമ്പർ ഈ ഒരു ഓപ്പറേറ്റഡ് ഒരു ദിവസം എത്ര സൈക്കിൾ അതിൽ നമ്പർ ഓഫ് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും എന്ത് ചെയ്തിരിക്കണം, ഒരു ലോഗ് ബുക്കിൽ അതിനെ ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. റെഗുലർ മോണിറ്ററിങ് ഓഫ് ദ പ്രോസസ് ഷുഡ് ബി ഡൺ ആസ് പെർ CPCB norms. The ash produced by incinerator should be sent for secure landfilling and should also be periodically checked for toxic മെറ്റൽസ്. നമ്മൾക്ക് ഇൻസിനറേറ്റർ വഴി ഉണ്ടാവുന്ന ഈ ഒരു ആഷ് എന്ന് പറയുന്നത് അത് നമ്മൾ സെക്യൂറായിട്ട് ഈ ഒരു സെക്യൂർ ലാൻഡ് ഫില്ലിങ്ങിൽ അത് സെൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മളിത് പീരിയോഡിക്കലി അവരൊരു ടോക്സിക് മെറ്റൽസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വരുന്നത് ഡീപ്പ് ബറിയലാണ്. ഡീപ്പ് ബറിയൽ വരുന്നത് ഈ ഒരു ബയോമെഡിക്കൽ റൂള് 1998 അതിൽ മെൻഷൻ ചെയ്യുന്നൊരു കാര്യമാണ്, വേസ്റ്റ് അണ്ടർ കാറ്റഗറി ലാൻഡ് 2 can be accorded deep burial and this shall be an option available only in towns with population less than 5 lakh and in rural areas. 1998 BMW റൂളിൽ പറയുന്നൊരു കാര്യമാണ്. അതായത് നമുക്ക് ഈ ഒരു വേസ്റ്റുകളെ നമുക്ക് ആഴത്തിലുള്ള കുഴി കുഴിച്ചിട്ട് നമുക്കതിനെ സംസ്കരിക്കാവുന്നതാണ്. മാത്രമല്ല ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ ആഴത്തിലുള്ള ഈ സംസ്കരണം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ടൗൺസിലാണ്. അതായത് എവിടെയാണോ 5 ലക്ഷത്തിൽ താഴെ പോപ്പുലേഷൻ ഉള്ളത് അവിടെ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൂടാതെ ലൊക്കേഷൻ ഓഫ് ദ ഡീപ്പ് ബറിയൽ സൈറ്റ് വിൽ ബി ഓതറൈസ്ഡ് ബൈ ദ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. അതായത് അവിടെ ഉള്ള ആ ഒരു പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി ഓതറൈസ് ചെയ്യുന്ന ഒരു ബറിയൽ സൈറ്റിൽ മാത്രമാണ് ഈ ഒരു ഡീപ്പ് ബറിയൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഇറ്റ് ഷുഡ് ബി ഡിസ്റ്റൻറ്റ് ഫ്രം റെസിഡൻഷ്യൽ ഏരിയാസ്. ഈ ആൾ താമസമുള്ള സ്ഥലത്തു നിന്നും അത് ദൂരെയായിരിക്കണം. അതുകൂടാതെ ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ദാറ്റ് നോ കണ്ടാമിനേഷൻ ഒക്കേഴ്സ് ഓഫ് എനി സർഫേസ് വാട്ടർ ഓർ സർഫേസ് വേസ്റ്റ് ഓർ ഗ്രൗണ്ട് വാട്ടർ. അതായത് സർഫേസ് വേസ്റ്റ് അതുപോലെ തന്നെ എന്തെങ്കിലും ഈ ഒരു ഗ്രൗണ്ട് വാട്ടർ അതൊന്നും കണ്ടാമിനേറ്റഡ് ആവുന്നില്ല എന്നും അത് ഉറപ്പുവരുത്തിയിരിക്കണം. ദ ഏരിയ ഷുഡ് നോട്ട് ബി പ്രോൺ ടു ഫ്ലഡിങ് ഓർ ഇറോഷൻ. അതായത് വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഒരു ഏരിയ ആയിരിക്കരുത് ഈ ബറിയൽ സൈറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് ആൻഡ് മൈക്രോവേവ് കാറ്റഗറി 3, 4, 6 and 7 ക്യാൻ ബി ട്രീറ്റഡ് ബൈ ദീസ് ടെക്നിക്ക്. ഇത്തരത്തിലുള്ള ഈ കാറ്റഗറീസ് മാത്രമാണ് ഈ ഒരു ഓട്ടോക്ലേവ് അല്ലെങ്കിൽ മൈക്രോവേവ് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ദെൻ ഷ്രെഡിങ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്, അതായത് ഫോർ ബോട്ടിൽസ്, അതുപോലെ സിറിഞ്ചസ്, കത്തീറ്റർ എക്സെട്ര. പിന്നെ ഷാർപ്സിൽ വരുന്നതാണ് നീഡിൽ, ബ്ലേഡ്, ഗ്ലാസ് എന്ന് പറയുന്നത്. ഷുഡ് ബി ഷ്രെഡഡ് ആഫ്റ്റർ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്, മൈക്രോവേവിങ് ഓർ ഓട്ടോക്ലേവിങ്. എന്താ പറയുന്നത്, അപ്പോൾ ഇങ്ങനെയുള്ള ഷ്രെഡിങ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്, അതുപോലെ ഷാർപ്പുകൾ, ഇതെല്ലാം നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മൈക്രോവേവിങ് അതല്ലെങ്കിൽ ഓട്ടോക്ലേവിങ് ചെയ്തതിന് മാത്രമാണ് ഷ്രെഡഡ് ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. നീഡിൽ ഡിസ്ട്രോയറിൽ പറയുന്നത് they can be used for disposal of needles directly without chemical treatment. നീഡിൽ ഡിസ്ട്രോയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ നീഡിലിൻ്റെ ഡിസ്പോസലിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഡയറക്റ്റ്ലി ഇതിലോട്ട് ഡിസ്പോസ് ചെയ്യാവുന്നതാണ്. ദെൻ സെക്യൂർഡ് ലാൻഡ്ഫില്ല് പറയുന്നത് ഇൻസിനറേറ്റർ ആഷ്, ഡിസ്കാർഡഡ് മെഡിസിൻസ്, സൈറ്റോടോക്സിക് സബ്സ്റ്റൻസസ് ആൻഡ് സോളിഡ് കെമിക്കൽ വേസ്റ്റ്, ഇതെല്ലാം നമ്മൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദെൻ ഷാർപ്പ് വേസ്റ്റ് ക്യാൻ ബി ഡിസ്പോസ്ഡ് ഇൻ എ സർക്കുലർ ഓർ റെക്ടാങ്കുലർ പിറ്റ് ആഫ്റ്റർ ഡിസിൻഫെക്ഷൻ. ഇതിൽ ഇടുമ്പോൾ ഡിസിൻഫെക്ഷന് ശേഷം മാത്രമാണ് അതിൻ്റെ ഡിസ്പോസൽ നടത്തുന്നത്. പിറ്റ് എന്ന് പറയുന്നത് നമ്മൾ കുഴിച്ചിട്ട് ഒന്നല്ലെങ്കിൽ ബ്രിക്സ്, ഇഷ്ടിക കൊണ്ടൊക്കെ ലൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് റിങ്സുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് ആയിരിക്കാം. ദ പിറ്റ് ഷുഡ് ബി കവേർഡ് വിത്ത് ഹെവി കോൺക്രീറ്റ് സ്ലാബ്. പിറ്റ് എന്ന് പറയുന്നത് അതിന് കവർ ചെയ്തിട്ട് ഒരു ഹെവി കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടായിരിക്കും. വിച്ച് ഈസ് പെനേട്രേറ്റഡ് ബൈ ഗാൽവനൈസ്ഡ് സ്റ്റീൽ പൈപ്പ്. അതിലൂടെ പെനേട്രേറ്റഡ് ആയിട്ടൊരു ഗാൽവനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരിക്കും. പ്രൊജക്റ്റിംഗ് about 1.5 meter above the slab with an internal diameter of up to 20 mm.
പിറ്റ് എന്ന് പറയുന്നത് 2 മുതൽ 5 മീറ്റർ വരെ ആഴമുള്ളതും അതുപോലെ തന്നെ 1 to 2 മീറ്റർ വൈഡ് ആയിട്ടുള്ളതും ആയിരിക്കണം. ഒരു പിറ്റ് ഇപ്പോൾ ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റൊരു പിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ അത് കംപ്ലീറ്റ്ലി ഈ ഫുള്ളായിട്ടുള്ള പിറ്റ് കംപ്ലീറ്റ്ലി സീൽ ചെയ്യാനായിട്ട് പാടുകയുള്ളൂ. ഇറ്റ് ഷുഡ് ബി ദ ഹാഫ് ഫിൽഡ് വിത്ത് വേസ്റ്റ്. ആദ്യം ഈ ഒരു പിറ്റ് എന്ന് പറയുന്നത് പകുതിയും ഈ വേസ്റ്റ് വെച്ചിട്ട് ഫിൽഡ് ആയിരിക്കണം. അതിനുശേഷം അതിന് മുകളിലായിട്ടൊരു 50 സെൻറ്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ലൈം വെച്ചിട്ട് ഈ കുമ്മായം വെച്ചിട്ട് അത് കവർ ചെയ്തിരിക്കണം ഓഫ് സർഫസ് ബിഫോർ ഫില്ലിങ് ദ റെസ്റ്റ് ഓഫ് ദ പിറ്റ് വിത്ത് സോയിൽ. അത് നമ്മൾ മണ്ണ് കൊണ്ട് മൂടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണം, ഒരു 50 സെൻറ്റിമീറ്റർ വരെ ആയിട്ട് ഒരു ലൈം വെച്ചിട്ട് ഈ ഒരു എന്ത് ചെയ്തിട്ടാണ് കുമ്മായം വെച്ചിട്ട് അത് കവർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി സേഫ്റ്റി മെഷേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതായത് HCW, അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു PPE കിറ്റാണ് പറയുന്നത്, പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻറ്റ് കിറ്റ്സ്. അതിൽ വരുന്നതാണ് ഗ്ലൗസ്, മാസ്ക്, പ്രൊട്ടക്റ്റീവ് ഗ്ലാസസ്, പ്ലാസ്റ്റിക് അപ്രോൺസ്, ഗം ബൂട്ട്സ് ഫോർ വേസ്റ്റ് ഹാൻഡ്ലേഴ്സ്, ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ടെറ്റനസ് ഇമ്മ്യൂണൈസേഷൻ. ദെൻ ഇതെല്ലാം അവർക്ക് ആവശ്യമുള്ളതാണ്. അതിനുശേഷം വരുന്നത് ഓൾ ആക്സിഡൻറ്റ് വൈൽ ഡൂയിങ് തെറാപ്യൂട്ടിക്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഹാൻഡ്ലിംഗ് വേസ്റ്റ് ഷുഡ് ബി റെക്കോർഡഡ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ തെറാപ്യൂട്ടിക് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് അല്ലെങ്കിൽ വേസ്റ്റിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എല്ലാ ആക്സിഡൻറ്റുകളും റെക്കോർഡഡ് ആയിരിക്കും. All waste handlers should be made aware of risk involved in handling BMW. അപ്പോൾ ഇതിലുള്ള ഈ വേസ്റ്റ് ഹാൻഡ്ലേഴ്സിനും ഇവിടെ ഉണ്ടായേക്കാവുന്ന, അതായത് BMW ബയോമെഡിക്കൽ വേസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായേക്കാവുന്ന റിസ്കിനെ കുറിച്ചിട്ട് അവെയർ ആയിരിക്കണം.